കഴിഞ്ഞ ദിവസം കെ ബാലകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, മതിലുകൾ, ബഷീറിൻ്റെ മതിലുകൾ എന്നുള്ള സിനിമയിൽ നോക്കുമ്പം ഈ പി കൃഷ്ണപിള്ളയുടെ ഒരു പ്രണയത്തെക്കുറിച്ച് തോന്നാറുണ്ട്, അല്ലെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ തോന്നാറുണ്ട്. അതെ, എന്താണ് ആ ഒരു ചിന്തയുടെ കാരണം? എന്താ? ഞാൻ അദ്ദേഹത്തിൻ്റെ സഖാവ് എന്നറിയപ്പെടുന്ന പി കൃഷ്ണപിള്ളയാണല്ലോ. നമ്മളൊന്നും കണ്ടിട്ടില്ല, നമ്മൾ ജനിക്കുന്ന കാലവും മരിച്ചുപോയി. പക്ഷെ ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ ദിവസവും സ്വാധീനിക്കും. ഇപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ആൾക്കാർ ഓർക്കുന്നുണ്ടല്ലോ. അങ്ങനൊരു മനുഷ്യനില്ലല്ലോ. അദ്ദേഹം മുഖ്യമന്ത്രിയായില്ല, മന്ത്രിയായില്ല, അത് ആകെ ആയത് പാർട്ടി സെക്രട്ടറി മാത്രമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രണയം വളരെ രസകരമാണ്. ആ തങ്കമ്മയുടെ ആത്മകഥയ്ക്ക് ഒരു ആമുഖം എഴുതാനായിട്ട് HNC എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാനത് എഴുതി കൊടുത്തു. അപ്പോൾ അത് വളരെ രസകരമാണെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തെ താമസിപ്പിച്ചത് ഇന്നത്തെ തമിഴ്നാട്ടിലുള്ള ജയിലിലാണ്, നാഗർകോവിലിനടുത്ത്. അപ്പോൾ ഇത് ഹിന്ദിയുടെ ആളാണല്ലോ, ഹിന്ദി അധ്യാപകനാണല്ലോ. അപ്പോൾ ഹിന്ദി പുസ്തകം ജയിലിലില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഹിന്ദി വായിക്കണം, പഠിച്ച ഹിന്ദി വീണ്ടും ഇത് ചെയ്യണം. അപ്പോൾ ഒരു ജയിലറുടെ കൂടെയുള്ള ഒരാൾ, ജയിലറാണോ അതോ അങ്ങനത്തെ ഒരാൾ, ഈ ജയിലുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെയൊക്കെ നടന്ന് ഈ ഹിന്ദി പഠിക്കുന്നവരുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഈ തങ്കമ്മ എന്നുള്ള വിദ്യാർത്ഥിനി, ചെറിയ പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി, ഹിന്ദി പഠിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു പോറ്റിയുടെ മകളാണ്. അപ്പോൾ ഈ കുട്ടിയോട് പറഞ്ഞു ഇങ്ങനെ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ഹിന്ദി പുസ്തകങ്ങൾ വേണമെന്ന് പറഞ്ഞു. ഈ കുട്ടി ഹിന്ദി പുസ്തകങ്ങൾ കൊടുത്തു. അവരുടെ ആത്മകഥയിൽ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഹിന്ദി പുസ്തകം ആരുടെ അടുത്താണ് താൻ വാങ്ങിക്കുന്നതെന്ന് കൃഷ്ണപിള്ള ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരിയാണ്, തങ്കം എന്നാണ് പേര് എന്നൊക്കെ പറയുമല്ലോ. പറഞ്ഞ് ആദ്യം പുസ്തകം കൊടുത്തതിന് നന്ദി എന്നൊക്കെ ഹിന്ദിയിൽ തന്നെ മറുപടി ഹിന്ദിയിലാണ് കത്തയക്കുന്നത്. ഒരു ദിവസത്തെ കത്തിൽ മേരെ പ്യാരി തങ്കം എന്നെഴുതില്ല, പ്യാരി പ്രിയമുള്ളവളെ എന്നുള്ള അർത്ഥത്തിൽ. ആ വാക്ക് ആണ് പ്രണയം. അപ്പോൾ കണ്ടിട്ടില്ല. അങ്ങനെ ഇവർ കുളിക്കാനായിട്ട് ഇവരെ കൊണ്ടുവരുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവർക്കും പ്രണയമായി. പ്രണയത്തിന് വഴികളൊന്നുമില്ല, തടസ്സമല്ലല്ലോ, മതിലുകളൊന്നും തടസ്സമല്ല. അപ്പോൾ ഇയാൾക്കത് മനസ്സിലായി. അപ്പോൾ ഈ കുട്ടിയെ, ലേഡിയെ, ഇവർ കുളിക്കാൻ വരുന്ന കടവിൽ ഇരിക്കുമ്പോൾ ഇന്ന ആളാണ് നമ്മുടെ ഈ മേരെ പ്യാരി തങ്കം, ഇത്രയേ ഉള്ളൂ. അത് ശരി.